ജയഗണേഷ് മൂവി കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതേ പോന്നതേ ഉള്ളൂ. മൂവി കാണാൻ വേണ്ടി നല്ല രീതിയിൽ ലേറ്റായി. യെസ്, നിങ്ങൾക്ക് അറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന 3 മൂവീസാണ്. ഒന്ന് ആവേശവും, വർഷങ്ങൾക്ക് ശേഷവും, പിന്നെ ജയഗണേഷ്. ഈ 3 മൂവീസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജയഗണേഷിന് മറ്റ് 2 മൂവീസിന് കിട്ടിയ അത്രയും ഒരു ഹൈപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. പക്ഷെ മറ്റ് മൂവീസിന് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് താഴെയായിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിലാണ് മൂവിയുടെ കഥ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഓറിയൻറ്റ് ചെയ്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റോറി നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കുറേ ക്ലീഷേഴ്സ് വരേണ്ടതാണ്. പക്ഷെ ആ ക്ലീഷേഴ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മൂവി പോയിട്ടുള്ളത്. ഒരു സൂപ്പർ ഹീറോയുടെ ടച്ചും കൂടെ മൂവിക്കകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് മൊത്തത്തിൽ മൂവിക്കകത്തുള്ളത്. എന്തുകൊണ്ടും ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ പോയി കാണണം പറ്റുവാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ മിക്കവാറും ഇത് സംഭവിക്കാൻ പോകുന്ന